ഹായ്, നമുക്കിന്ന് പടവലങ്ങ ചെമ്മീൻ തോരൻ വയ്ക്കാം. അതിനായിട്ട് ഞാൻ പടവലങ്ങ ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് തിരുമ്മി കുറച്ച് സമയം ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഉപ്പ് തിരുമ്മി വെച്ചിട്ട് കുറച്ച് സമയമായി. നമുക്കിതിലെ അധികമുള്ള വെള്ളമൊന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇതിപ്പം പിഴിഞ്ഞെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വറ്റൽമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. പടവലങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി വെള്ളം കൂടെ ഇട്ട് വേവിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പടവലങ്ങ വെന്ത് വരുമ്പോഴത്തേക്ക് അതിനുള്ള അരപ്പിനുള്ള സാധനങ്ങൾ നോക്കാം. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കാന്താരി, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം പടവലങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അതിനായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. മൂടി വെച്ചു. നന്നായിട്ട് ആവിയെല്ലാം കയറി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഇളക്കിയെടുക്കാം. നമ്മൾ പടവലങ്ങയിൽ ഉപ്പിട്ടതാണ്, ചെമ്മീനിലും ഉപ്പിട്ടാണ്. ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ പടവലങ്ങ ചെമ്മീൻ തോരൻ റെഡി.